Good morning, students. How are you? Are you fine? Okay. നമ്മുടെ 6th ലെസൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? IT-യുടെ ഫസ്റ്റ് 6 ലെസണും കംപ്ലീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ലെസണോടെ ഉള്ളൂ നമുക്ക് പഠിക്കാൻ കേട്ടോ. Chapter 7 വേട്പാട്. Okay. Today we are going to study our 7th lesson വേട്പാട് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ലെസൺ നമ്മൾ പഠിക്കുകയാണ്. ഏതാണ്? വേട്പാട് എന്ന് പറയുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. വേട്പാട്. ഓക്കെ. അപ്പം നമുക്ക് ലാബിലൊന്നും പോകാനൊന്നും സാധിക്കുന്നില്ല. എന്നാലും മിസ് കാണിച്ചു തന്നതായിരുന്നു MS പെയിന്റ്. അതുപോലെ വേട്പാട് മിസ് പഠിപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചെയ്യുന്നതൊക്കെ ലാപ്ടോപ്പിൽ ചെയ്യുന്ന റെക്കോർഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ. വേട്പാട് എന്താണ് നമുക്ക് പഠിക്കാം. നോക്കിയേ, വേട്പാട് ഈസ് ഓൾസോ എ ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. വേട്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. എന്താണ് വേട്പാട്? ടെക്സ്റ്റ് എഡിറ്റിംഗ്. ടെക്സ്റ്റ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ടെക്സ്റ്റുകൾ നമ്മുടെ സെന്റൻസുകളൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം കേട്ടോ. ടൈപ്പ് ചെയ്ത് ഫോർമാറ്റ് ചെയ്യാം. അതിന് വലുപ്പം കൂട്ടി നല്ല ഭംഗിയായിട്ട് കമ്പ്യൂട്ടറിനകത്ത് ടൈപ്പ് ചെയ്യാം. കീബോർഡിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് അതിനെ ഫോർമാറ്റ് ചെയ്ത് നല്ല ഭംഗിയുള്ളതാക്കാം കേട്ടോ. അതുകൊണ്ടാണ് അതിനെ ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കേട്ടോ. വേട്പാട് എന്താണ്? നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ എഴുതുന്ന നോട്ട്സ്, നമ്മൾ എഴുതുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, നോട്ട്സുകളൊക്കെ നല്ല ഭംഗിയായിട്ട് കമ്പ്യൂട്ടറിൽ എഴുതാൻ സാധിക്കും കേട്ടോ. കീബോർഡിനകത്ത് ടൈപ്പ് ചെയ്ത് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കും. അതിനുവേണ്ടി അങ്ങനെ എഡിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് ആര്? വേട്പാട്. വേട്പാട് എന്താണെന്ന് മനസ്സിലായോ? വേട്പാട് ഈസ് എ ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ലൈക്ക് നോട്ട്പാഡ്. വേട്പാട് ഹാസ് മോർ ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ് ആൻഡ് ദാൻ നോട്ട്പാഡ്. നോട്ട്പാഡ് എന്ന് പറയുന്നത് കൊണ്ട് നോട്ട്പാഡ് എന്താണ്? ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന, ഫോർമാറ്റൊക്കെ കൂടുതലായിട്ട് അഡ്വാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് വേട്പാട്. അപ്പോൾ വേട്പാടിനേക്കാളും കൂടുതൽ കാര്യം ചെയ്യുന്നത് നമ്മൾ മൈക്രോസോഫ്റ്റ് വേഡ് ഉണ്ട്, വേഡ് പ്രൊസസ്സർ ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസും ലഭ്യമായിട്ടുള്ള വേഡ് പ്രൊസസ്സറാണ് നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത്. അതിനൊക്കെ കുറച്ച് ചെറിയ ചെറിയ അതിനേക്കാൾ കുറവേ ഉള്ളൂ ഇതിനകത്തിൽ. വേട്പാടിനകത്തിൽ ഫെസിലിറ്റീസ് കുറവാണ്. കൂടുതൽ ഫെസിലിറ്റീസ് മൈക്രോസോഫ്റ്റ് വേഡിനകത്തിലുണ്ട്. എല്ലാ ഫെസിലിറ്റീസും ലഭ്യമാണ് മൈക്രോസോഫ്റ്റ് വേഡ്. അതും ഒരു വേഡ് പ്രൊസസ്സറാണ് കേട്ടോ. വേട്പാടും വേഡ് പ്രൊസസ്സറാണ്, പിന്നെ നോട്ട്പാടും വേഡ് പ്രൊസസ്സറാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യത്തിനെ ഫോർമാറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് അട്രാക്റ്റീവായിട്ടും ഭംഗിയായിട്ടും യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് വേട്പാട്, നോട്ട്പാഡ്, വേഡ് പ്രൊസസ്സർ. ഇതെല്ലാം ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കേട്ടോ. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യത്തില്ലേ, അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കീബോർഡിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു സെന്റൻസ് ടൈപ്പ് ചെയ്യുന്നത് അതൊരു ടെക്സ്റ്റാണ്. ABCD നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ളൊരു വേർഡ് ടൈപ്പ് ചെയ്യുന്നത് അതൊരു ടെക്സ്റ്റാണ് കേട്ടോ. അതാണ് ടെക്സ്റ്റ്. നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിനെ എന്ത് ചെയ്യുന്നു? ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഫോർമാറ്റ് ചെയ്ത് നല്ല രീതിയിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഓക്കെ. ഇപ്പൊ വേട്പാട് എന്താണെന്ന് മനസ്സിലായല്ലോ. വേട്പാട് ഈസ് എ വേട്പാട് ഓൾസോ എ ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. വേറെ ഉണ്ട് വേട്പാട് പോലെ തന്നെ എക്സാമ്പിൾ ആണ് ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് നോട്ട്പാഡ്. പിന്നെ വേറെ ഒന്നാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണ്? മൈക്രോസോഫ്റ്റ് വേഡ് അല്ലെങ്കിൽ വേഡ് പ്രൊസസ്സർ കേട്ടോ. വേഡിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ ഫെസിലിറ്റീസും അതിലാണ് ലഭ്യമായിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നോക്കിയേ, യു ക്യാൻ ആഡ് കളേഴ്സ് ആൻഡ് ഡോക്യുമെന്റ് ആൻഡ് ടെക്സ്റ്റ്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പിക്ചർ ഇതിന്റെ കൂടെ കൊണ്ടുവരാൻ, പിക്ചർ കൊണ്ടുവരാൻ പറ്റും, കളർ കൊണ്ടുവരാൻ പറ്റും. ടൈപ്പ് ചെയ്ത കാര്യങ്ങൾക്ക് കളർ ടൈപ്പ് ചെയ്തതിന്റെ ഇപ്പം നിങ്ങൾ കമ്പ്യൂട്ടർ നോട്ട്ബുക്ക് എന്നൊക്കെ എഴുതി അതിന്റെ അതിനിഷ്ടമുള്ള കളർ കൊടുക്കാം. ആ എഴുതിയ സെന്റൻസിന് അല്ലെങ്കിൽ ആ വേർഡിന് അതിന് ഇഷ്ടമുള്ള വലിപ്പം കൊടുക്കാം. വലിയ വലിപ്പത്തിൽ കൊടുക്കാം. നല്ല കഴ്സീവ് റൈറ്റിങ്ങിനുള്ള ഫോണ്ടുകൾ കൊടുക്കാം. അതിന്റെ കൂടെ ആ പേജിൽ തന്നെ നമുക്ക് പിക്ചറൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. ഇനി സ്റ്റാർട്ടിങ് വേട്പാട്. എങ്ങനെയാണ് വേട്പാട് ഓപ്പൺ ചെയ്യുന്നത്? സ്റ്റാർട്ട് ഓൾ പ്രോഗ്രാംസ്, ആക്സസറീസ് ആൻഡ് വേട്പാട്. ഇവിടെ നിന്ന് എടുക്കുന്നത് ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് ബട്ടൺ. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക ആൻഡ് ടേക്ക് ഓൾ പ്രോഗ്രാംസ്. അതിനുശേഷം എന്തെടുക്കണം? പ്രോഗ്രാംസ് എടുക്കുക. അതിനുശേഷമാണ് എന്ത്? വേട്പാട്, ആക്സസറീസ്, വേട്പാട് കേട്ടോ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് ബട്ടൺ ആൻഡ് ടേക്ക് പ്രോഗ്രാംസ് ആൻഡ് ടേക്ക് ആക്സസറീസ് ആൻഡ് വേട്പാട്. വേട്പാടിന്റെ വിൻഡോ എവിടെ വന്നു നോക്കിക്കേ. വേട്പാട് വിൻഡോ, മെയിൻ വിൻഡോ ആണ് വേട്പാടിന്റെ. അപ്പൊ നോക്കിയേ, അതിന്റെ പാർട്സ് മാത്രമേ നമ്മൾ മിസ് പഠിപ്പിക്കത്തുള്ളൂ. അതിന്റെ പാർട്സ് കേട്ടോ. വേട്പാട് വിൻഡോ നമുക്ക് കുറച്ചേ ഉള്ളൂ. രണ്ട് ക്ലാസ്സിൽ നമുക്ക് ഈ ലെസൺ തീരും. ഓക്കെ. വേട്പാട് വിൻഡോയുടെ പാർട്സ് നോക്കിയേ. ദ വേരിയസ് പാർട്സ് ഓഫ് വേട്പാട് വിൻഡോ ആർ ലേബിൾഡ്. പിക്ചറിനകത്ത് നോക്കണേ നിങ്ങൾ ടെക്സ്റ്റിലെ. There are discussed below.
ടൈറ്റിൽ ബാർ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ബാറിനെ വിളിക്കുന്ന പേരാണെന്ത്? ടൈറ്റിൽ ബാർ കേട്ടോ. വേഡ്പാട് വിൻഡോയുടെ ഏറ്റവും ടോപ്പിൽ ഒരു ബാർ ഉണ്ടാവും കേട്ടോ, ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ബാർ കണ്ടോ. ഇവിടെ 3 ബട്ടൺ ഒക്കെ ഉണ്ട്, മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ്. ഈ ബാറിന് വിളിക്കുന്ന പേരാണ്, ഈ ടോപ്പിൽ ഇരിക്കുന്ന ഈ ബാറിന് വിളിക്കുന്ന പേരാണ് എന്ത്? ടൈറ്റിൽ ബാർ. എന്താണ്? ടൈറ്റിൽ ബാർ. ഓക്കെ. The bar at the top of the WordPad window is known as title bar. It displays the document name. And the left side, ഇവിടെ എന്താണ്, ഏത് ഡോക്യുമെന്റ് ആണ്, ഇപ്പൊ നമ്മൾ ഈ ഫയലിന് പേര് കൊടുത്തെങ്കിൽ ആ പേര് അവിടെ കാണും. നിങ്ങളുടെ പേരാണ് കൊടുത്തെങ്കിൽ ഈ പേര് ലെഫ്റ്റ് സൈഡിൽ കാണും. റൈറ്റ് സൈഡിൽ 3 ബട്ടൺസ് ഉണ്ടാവും. അതിനെ മിനിമൈസ് ചെയ്യാൻ, മാക്സിമൈസ് ചെയ്യാൻ, ക്ലോസ് ചെയ്യാൻ. നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡ്യോ ക്ലിക്ക് ചെയ്താൽ മതി. വലുതാക്കാനാണ് മിനിമൈസ്, മാക്സിമൈസ് ചെയ്യുന്നത്. ചെറുതാക്കി നമ്മുടെ ടാസ്ക് ബാർ കൊണ്ടുവരാൻ വേണ്ടിയാണ് മിനിമൈസ് ചെയ്യുന്നത്. നമുക്ക് വേറെ പ്രോഗ്രാം എന്തെങ്കിലും ചെയ്യാൻ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ മിനിമൈസ് ചെയ്ത് കൊണ്ടിടാൻ പറ്റും. അതിനുവേണ്ടി മിനിമൈസ് ബട്ടൺ യൂസ് ചെയ്യും. മാക്സിമൈസ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വലുപ്പത്തിൽ, മിനിമൈസ് ചെയ്തതിനെ വലുപ്പത്തിൽ കാണാൻ വേണ്ടി മാക്സിമൈസ് യൂസ് ചെയ്യും. അതിന്റെ ക്ലോസ്. അപ്പൊ ടൈറ്റിൽ ബാറിന്റെ ലെഫ്റ്റ് സൈഡിൽ ഈ ഡോക്യുമെന്റ് നെയിം ഉണ്ടാവും. ഏത് പ്രോഗ്രാം അല്ലെങ്കിൽ ഏതാണോ ഇത് വേഡ്പാടെന്ന് അതിന്റെ നെയിം ഉണ്ടാവും. വേഡ്പാടിന്റെ കൂടെ നമ്മളെ പേര് കൊടുത്തെങ്കിൽ ആ പേരൂടെ ചേർത്ത് അതാണ് ആ പേര് ചേർത്ത് വരും കേട്ടോ. റൈറ്റ് സൈഡിൽ 3 ബട്ടൺസ് ഉണ്ടാവും. എന്തൊക്കെയാണ്? മിനിമൈസ് ബട്ടൺ, മാക്സിമൈസ് ബട്ടൺ ആൻഡ് ക്ലോസ് ബട്ടൺ. ഓക്കെ. നോക്കിക്കേ, the right side of the title bar that are 3 buttons. Which are the buttons? Minimize button, maximize button or restore. Maximize button and restore down button and close button. The restore button is used to mark the window smaller in size. Smaller size ആക്കാൻ വേണ്ടി restore കേട്ടോ. The same button is used to bring back the full size. റീസ്റ്റോറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നടുക്ക് വന്ന് നിൽക്കും. കുറച്ചുകൂടെ ഫുൾ സ്ക്രീനിൽ കാണാൻ അതിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് റീസ്റ്റോർ അല്ലെങ്കിൽ മാക്സിമൈസ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. മിനിമൈസ് എന്ന് പറഞ്ഞാൽ വലിപ്പം കുറയ്ക്കത്തേ ഉള്ളൂ, ഏറ്റവും ചെറുതാക്കിയത്. ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വിൻഡോയിൽ നിന്ന് ക്ലോസ് ആവും. ഓക്കെ. അടുത്തത് നോക്കിയാൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഇറ്റ് ഈസ് പ്രസന്റ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാറിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഇതിന് വിളിക്കുന്ന, മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കേട്ടോ. ഓക്കെ. ഇറ്റ് ഈസ് പ്രസന്റ് അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ടൈറ്റിൽ ബാർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കമാൻഡ്സ് ദാറ്റ് ആർ മോസ്റ്റ് ഓഫൺ യൂസ്ഡ് ഇൻ വേഡ്പാഡ്. ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നമ്മൾ വേഡ്പാഡിൽ യൂസ് ചെയ്യുന്ന എല്ലാ കമാൻഡും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടേക്കാണ് കേട്ടോ. ഇതിന് വിളിക്കുന്ന പേരാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഇതിന് മൊത്തത്തിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയും. ഇത്രയും കേട്ടോ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഇപ്പൊ പിക്ചറിൽ നോക്കണേ, അതിനകത്ത് എല്ലാ കമാൻഡുകളും വരും കേട്ടോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കമാൻഡ്സ് ദാറ്റ് ആർ മോസ്റ്റ് ഓഫൺ യൂസ്ഡ് വേഡ്പാഡ്. വേഡ്പാഡിൽ യൂസ് ചെയ്യുന്ന മിക്കവാറും എല്ലാ കമാൻഡുകളും ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലായിരിക്കും ഉണ്ടാകുന്നത്. To add the command quick access toolbar, right click on command in group and then click add to quick access toolbar. നമുക്ക് ഏതെങ്കിലും കമാൻഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ add to quick access toolbar ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അടുത്ത നോക്കി വേഡ്പാഡ് ബട്ടൺ. The വേഡ്പാഡ് ബട്ടൺ is present at the left of the home tab. ഹോം ടാബിന്റെ ലെഫ്റ്റിലായിട്ടാണ് വേഡ്പാഡ് ബട്ടൺ ഉണ്ടാകുന്നത് കേട്ടോ. വേഡ്പാഡ് ബട്ടൺ എന്നുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് വേഡ്പാഡ് ബട്ടൺ കേട്ടോ. വേഡ്പാഡ് ബട്ടൺ. The WordPad button present at the left of the home tab. It has options create new file, save file, print file, etc. WordPad ബട്ടണിനകത്തിലാണ് ആരൊക്കെ കിടക്കുന്നത്? സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കിടപ്പുണ്ട്. പിന്നെ ക്രിയേറ്റ് എ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. പ്രിന്റ്, നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആൻഡ് എക്സിറ്റ് ഫ്രം വേഡ്പാഡ്. വേഡ്പാഡിൽ നിന്ന് നമുക്ക് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, അതുപോലെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ എവിടെ കിടക്കുന്നത്? വേഡ്പാഡ് ബട്ടണിൽ ഉണ്ടാവും കേട്ടോ. വേഡ്പാഡ് ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഫയൽ എടുക്കാം, ഓപ്പൺ ചെയ്യാം, സേവ് ചെയ്യാം, പിന്നെന്താണ് പ്രിന്റ് ഔട്ട് എടുക്കാം, പിന്നെ എക്സിറ്റ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം എവിടെ കിടക്കുന്നത്? വേഡ്പാഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് നോക്കിയാൽ റിബൺ. The ribbon is present just below the title bar. ടൈറ്റിൽ ബാറിന് തൊട്ട് താഴെയാണ് ആരുള്ളത്? റിബൺ ഉള്ളത് കേട്ടോ. തലയിൽ കെട്ടുന്ന റിബൺ അല്ല. ഓക്കെ. It contains the tabs are divided into groups and groups contain commands. ഈ റിബണിനകത്തിൽ വേറെ ഗ്രൂപ്പിലുള്ള കമാൻഡ്സുകളെല്ലാം ഡിവൈഡ് ചെയ്തിട്ടേക്കുക കേട്ടോ. റിബണിനകത്തിൽ ബാക്കിയുള്ള കമാൻഡ്സ് ഒക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് റിബണിൽ തന്നെയാണ് ബാക്കി കമാൻഡ്സുകളെല്ലാം നമുക്ക് യൂസ് ചെയ്യാനുള്ള ബാക്കി എല്ലാ കമാൻഡ്സും റിബണിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടേക്കാണ് കേട്ടോ. അടുത്ത നോക്കിയാൽ ഡോക്യുമെന്റ് വിൻഡോ. ദിസ് ഈസ് ദ ഏരിയ വേർ വേഡ്പാഡ് യു ടൈപ്പ്. ഈ നടുക്ക് ഭാഗം, സെന്റർ നടുക്ക്, നമ്മൾ എന്തെങ്കിലുമൊക്കെ എൻ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യാന്ന്, ഇങ്ങനെ ടൈപ്പ് ചെയ്യാനുള്ള നടുക്കത്തെ ഈ വൈറ്റ് ഏരിയയ്ക്ക് വിളിക്കുന്ന പേരാണ് ഡോക്യുമെന്റ് വിൻഡോ കേട്ടോ. സെന്റർ, നമ്മുടെ വേഡ്പാഡ് വിൻഡോ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നടുക്ക് പൊസിഷൻ അല്ലെങ്കിൽ ഈ വിൻഡോയ്ക്ക് വിളിക്കുന്ന പേരാണ് ഈ വൈറ്റ് സ്ക്രീൻ. ഇത്രയും ഭാഗം ഈ വൈറ്റ് സ്ക്രീനിന് വിളിക്കുന്ന പേരാണ് ഡോക്യുമെന്റ് വിൻഡോ.
ഈ വൈറ്റ് സ്ക്രീനിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ. ഈ ഇത്രയും ഭാഗം, ഈ വൈറ്റ് ഇത്രയും കാണുന്ന ഭാഗം, ഇതിന്റെ താഴെയായിട്ട് കാണുന്ന ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരാണെന്ത്? ഡോക്യുമെന്റ് വിൻഡോ. ഓക്കെ, ഡോക്യുമെന്റ് വിൻഡോ ആണ് അടുത്തത്. ദിസ് ഈസ് ദ ഏരിയ വേർ യു ക്യാൻ ടൈപ്പ് ദ ടെക്സ്റ്റ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം ഡോക്യുമെന്റ് വിൻഡോയിലാണ്. അടുത്ത നോക്കിയാൽ സ്ലൈഡർ. ദിസ് ഈസ് യൂസ് ടു സൂം ഇൻ ഓർ സൂം ഔട്ട് ഓഫ് ദ ഡോക്യുമെന്റ്. താഴെ ഒരു സ്ലൈഡർ ഉണ്ടാവും കേട്ടോ. സൂം ഔട്ട്, നമ്മുടെ വിൻഡോയുടെ വലിപ്പം കൂട്ടാനും ഇതിന്റെ സ്ക്രീനിന്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സ്ലൈഡറെ ക്ലിക്ക് ചെയ്താൽ മതി. സ്ലൈഡർ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതാവും, അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വലുതാവും, നടുക്ക് കൊണ്ട് വെച്ചാൽ ഈ വലിപ്പത്തിൽ കിട്ടും കേട്ടോ. സ്ലൈഡറിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ലെഫ്റ്റോട്ടും റൈറ്റോട്ടും ഒക്കെ സ്ലൈഡർ ഡ്രാഗ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ അടുത്ത എന്താണ്? റൂളർ. ദ റൂളർ ഈസ് യൂസ് ടു ദ ടെക്സ്റ്റ് പിക്ചേഴ്സ് ടേബിൾസ് ഇൻ അതർ ഗ്രാഫിക്സ് ഓൺ എ പേജ്. റൂളർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ്ഡ് ടു സെറ്റ് ദ ടെക്സ്റ്റ് പിക്ചേഴ്സ് ടേബിൾസ് ആൻഡ് അതർ ഗ്രാഫിക്സ് ഓൺ ദ പേജ്. റൂളറിനകത്ത് നമുക്ക് റൂളർ ചെയ്ത് വെക്കാൻ ടെക്സ്റ്റ് ഗ്രാഫിക്സ് എഴുതി. ഇത് കണ്ട സ്കെയില് പോയിരിക്കുന്ന ഒരു സാധനമുണ്ട് താഴെ. നിങ്ങൾ സ്കെയിലിന്റെ മെഷർമെന്റ് ഉള്ള ഒരു സാധനമുണ്ട് കേട്ടോ. അതാണ് റൂളർ. എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞേക്കുന്നത്? അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. എന്തിനൊക്കെയാണ്? ദ റൂളർ ഈസ് യൂസ് ടു സെറ്റ് ടെക്സ്റ്റിനെ സെറ്റ് ചെയ്യാൻ. എവിടെയാണ് ടൈപ്പ് ചെയ്യാൻ വരേണ്ടത് കേട്ടോ. ടെക്സ്റ്റ് എവിടെ വരണം, റൂളറെ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഇപ്പൊ റൂളറിനകത്ത് ഒരു മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ അവിടെ ആ മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ കഴ്സർ അവിടെ വന്നേക്കും, അവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും കേട്ടോ. എന്തിനു വേണ്ടിയാണ് റൂളർ യൂസ് ചെയ്യുന്നത്? റൂളർ ഈസ് യൂസ് ടു സെറ്റ് ദ ടെക്സ്റ്റ് പിക്ചേഴ്സ് ടേബിൾസ്. നമ്മുടെ വരയ്ക്കേണ്ടതും എഴുതുന്ന കാര്യം എവിടെ വേണമെന്ന് തീരുമാനിക്കാൻ സാധിക്കും. റൂളറെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി വർക്കിംഗ് വിത്ത് ടെക്സ്റ്റ്. നൗ ലെറ്റ്സ് സ്റ്റാർട്ട്. വേഡ് പാഡ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് മെനു അപ്പിയേഴ്സ്. വേഡ് പാഡ് ബട്ടണിൽ നിന്ന് ന്യൂ ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് നമ്മളങ്ങ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തേക്കുക ഡിങ് ഡോങ് ബെൽ എന്ന് പറഞ്ഞ ഒരു പോയൊക്കെ അങ്ങ് ടൈപ്പ് ചെയ്തേക്കുക. നമ്മൾ കീബോർഡ് വെച്ചങ്ങ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യം സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. ഇനി ഒരു ക്ലാസ്സിലൂടെ എടുക്കാനുള്ളതേ ഉള്ളൂ. മിസ് ഇപ്പൊ ഇന്നുകൊണ്ട് ഇത്ര നിർത്തുകയാണ് കേട്ടോ. അടുത്ത ഇനി ഫോണ്ട് ഗ്രൂപ്പാണ് കേട്ടോ. നമ്മൾ ടൈപ്പ് ചെയ്തു ഡിങ് ഡോങ് ബെൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ നിങ്ങൾ പഠിച്ച ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു പോയാൽ നമുക്ക് അതിനോട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. ആദ്യം എങ്ങനെ എടുക്കുന്നത്? വേഡ് പാഡ് ഓപ്പൺ ചെയ്തിട്ട് ന്യൂ വിൻഡോ എടുത്തങ്ങ് ചെയ്താലും മതി. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്തതിന് വലിപ്പം കൂട്ടാനൊക്കെ മിസ് കാണിക്കാം ലാപ്ടോപ്പിൽ കേട്ടോ. ടു സെലക്ട് ലൈൻ ഇൻ ദ ബോട്ടം ബ്രിങ് ദ കഴ്സർ ടു ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ. ഓക്കെ, സെലക്ട് മെനി ലൈൻസ് ആൻഡ് ടെക്സ്റ്റ്. ഒന്ന് ഫോണ്ട് ഗ്രൂപ്പിൽ പോയിട്ട് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് ഫോണ്ടൊക്കെ മാറ്റാനൊക്കെ സാധിക്കും കേട്ടോ. അതുകൂടെ പറഞ്ഞേക്കാം. ഫോണ്ട് ഗ്രൂപ്പ്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഫോണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫോണ്ട് ഗ്രൂപ്പ് അണ്ടർ ദ ഹോം കമാൻഡ് വേഡ് ദിസ് ഗ്രൂപ്പ് മെനി ഓപ്ഷൻസ്. നമുക്ക് അതിനെ എന്തൊക്കെ ചെയ്യാം? ഇറ്റാലിക് ആക്കാം, ബോൾഡ് ആക്കാം. ഇതൊക്കെ മിസ് ലാപ്ടോപ്പിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും കേട്ടോ. ബോൾഡ് ഇറ്റാലിക് ഒക്കെ ആക്കാം. അടുത്ത ക്ലാസ്സിൽ മിസ് അത് ലാപ്ടോപ്പിൽ ഇത് ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെസൺ തീർന്നു. പിന്നെ എക്സിസ്റ്റിംഗ് വേഡ് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലോ, മെയിൻ വിൻഡോയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. നമുക്ക് വേണ്ടാന്ന് വെച്ച് ക്ലോസ് ചെയ്ത പോലെയാണ് എക്സിറ്റിംഗ് വിൻഡോ. അപ്പൊ നോക്കുക, അതിനകത്ത് ഈ ലെസണിൽ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, തീർന്നത് കേട്ടോ. ഫോണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ഫോണ്ട് ഗ്രൂപ്പ് എടുത്തിട്ട് അത് മിസ് ലാപ്ടോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോണ്ട് ബോൾഡ് ആക്കാൻ പറ്റും, കട്ടിയുള്ള അക്ഷരത്തിൽ എഴുതാൻ പറ്റും, ഇറ്റാലിക് ആക്കാം. ചരിച്ചെഴുതുന്നതിനാണ് ഇറ്റാലിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എഴുതിയ വാക്കിന് ഒരു അണ്ടർലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യു കൊടുക്കാം കേട്ടോ. യു എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർലൈൻ കൊടുക്കാൻ സാധിക്കും. ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള അക്ഷരത്തിൽ കൊടുക്കാൻ സാധിക്കും. ഇറ്റാലിക് എന്ന് പറഞ്ഞാൽ ചരിച്ച് എഴുതാൻ സാധിക്കും. ഇനി കളർ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള റെഡ്, ബ്ലൂ, ഗ്രീൻ ഇങ്ങനെയുള്ള കളേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും കേട്ടോ. ഇത് അങ്ങനെ ചെയ്യുന്നതിനാണ് ഫോണ്ട് യൂസ് ചെയ്യുന്നത്, ഫോണ്ട് ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബോൾഡ്, ഇറ്റാലിക്, കളർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണ്ടിലൂടെ കൊടുക്കാൻ സാധിക്കും. അതിനാണ് ഫോണ്ട് ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേഡ് പാഡ് വേണ്ടെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഒന്നിൽ ടൈറ്റിൽ ബാറിനകത്ത് മിസ് പറഞ്ഞില്ലേ ക്ലോസ് ബട്ടൺ ഉണ്ട്, ഇൻഡു പോലെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ എവിടെ നിന്നാണ് വേഡ് പാഡ് ബട്ടണിനകത്തിൽ എക്സിറ്റ് വേഡ് പാഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കേട്ടോ. പിന്നെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. അപ്പൊ അത് വേഡ് പാഡ് ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പേരൊക്കെ എഴുതി കൊടുക്കാം. നമ്മൾ എഴുതിയതിന് നമ്മുടെ പേര് കൊടുത്ത് സേവ് ബട്ടനെ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്ത ദിവസം വരുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ വേഡ് പാഡ് ലെസൺ നമ്മുടെ തീർന്നു കേട്ടോ. ഇനി മിസ് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് GK ആയിരിക്കും. അതിനടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കിന് ഈ വേഡ് പാഡ് ലാപ്ടോപ്പിനകത്തിൽ ചെയ്യുന്നത് എടുത്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം
നമ്മുടെ ക്ലാസ് തീർന്നിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കുക. ഇന്ന് പഠിപ്പിച്ചാലും മിസ് ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ് എന്താണ് വേഡ്പാഡ്, എങ്ങനെയാണ് വേഡ്പാഡ് ഓപ്പൺ ചെയ്യുന്നത്, വേഡ്പാഡ് വിൻഡോയിലെ കണ്ടന്റ്സ് എന്തൊക്കെയാണ്. വേഡ്പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വേഡ്പാഡ്. വേഡ്പാഡ് ഓപ്പൺ ചെയ്യാൻ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക, പ്രോഗ്രാംസ്, ആക്സസറീസ്, വേഡ്പാഡിന്റെ ഐക്കൺ ഡെസ്ക്ടോപ്പിൽ ഉണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്തെടുത്താലും മതി. വേഡ്പാഡ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഏറ്റവും ടോപ്പിൽ ആരുണ്ട്? ടൈറ്റിൽ ബാർ ഉണ്ട്. ടൈറ്റിൽ ബാറിൽ തന്നെ 3 ബട്ടൺസ് ഉണ്ട്. ആരൊക്കെയാണ്? മിനിമൈസ്, മാക്സിമൈസ് ഓർ റീസ്റ്റോർ ആൻഡ് ക്ലോസ് ബട്ടൺ. ക്ലോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആവും. മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് വിൻഡോ ടാസ്ക് ബാറിൽ നിന്ന് കിടക്കും. മിനിമൈസും മാക്സിമൈസും റീസ്റ്റോർ ബട്ടണും എന്തിനു വേണ്ടിയാണ്? വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടി വിൻഡോയുടെ കേട്ടോ. പിന്നെ നടുക്ക് സെന്ററിൽ വൈറ്റ് ഏരിയ ഉണ്ട്, അതിനെ ഡോക്യുമെന്റ് ഏരിയ എന്ന് വിളിക്കും. പിന്നെ വേഡ്പാഡ് ബട്ടൺ ഉണ്ടാവും. വേഡ്പാഡ് ബട്ടണിനകത്തിലെ ഫയലിന് പുതിയ ഫയൽ എടുക്കാനുള്ള ന്യൂ ഓപ്ഷന്, സേവ് ഓപ്ഷന്, പ്രിന്റ് ഓപ്ഷന്, എക്സിറ്റ് ഓപ്ഷൻ, ഇതെല്ലാം വേഡ്പാഡ് ബട്ടണിലായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെന്താണ്? റൂളർ ഉണ്ടാവും. റൂളർ എന്തിനു വേണ്ടിയാണ്? നമുക്ക് എവിടെയാണ് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. റൂളർ സ്കെയിൽ പോലത്തെ സാധനം. പിന്നെ ലാസ്റ്റിൽ എന്താ പിന്നെ പറഞ്ഞത്? സ്ലൈഡർ ഉണ്ട്. സ്ലൈഡർ സൂം ഇന്നും സൂം ഔട്ടും വലിപ്പം, സ്ക്രീനിന്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ, സ്ലൈഡർ ഡ്രാഗ് ചെയ്യുന്നതനുസരിച്ച്. പിന്നെ പറഞ്ഞ് വർക്കിംഗ് വിത്ത് നമ്മൾ പിന്നെ അങ്ങ് ടൈപ്പ് ചെയ്യുക. നമ്മുടെ വിൻഡോയിൽ ടൈപ്പ് ചെയ്തതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനെ ഫോണ്ട് ഗ്രൂപ്പിൽ പോയിട്ട് അതിന് ഫോണ്ടിന് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ കൊടുക്കാം, സൈസ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. പിന്നെ എന്താ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ സേവ് ചെയ്യാൻ വേണ്ടി വേഡ്പാഡ് ബട്ടണിൽ വന്നിട്ട് സേവ് ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് പേര് കൊടുക്കണം. സേവ് ചെയ്യുമ്പോൾ പേര് കൊടുത്തിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക. ഇനി വേഡ്പാഡ് വേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സിറ്റ് ഓപ്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കുക. മിസ് ഇതിന്റെ നോട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അത് നീറ്റായിട്ട് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് മിസ്സിനെ സെൻഡ് ചെയ്യണം. നിങ്ങൾ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ചെയ്യുന്നതെല്ലാം മിസ് കാണിച്ചു തരുന്നതായിരിക്കും. Okay, thank you.